നമസ്കാരം. ധാർമ്മിക പുരോഗതികളുടെ പടവുകളായിട്ടാണ് നോമ്പുകാലം സഭാ പാരമ്പര്യത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. നന്മയിലുള്ള പുരോഗമന കാലമായിട്ട് അതിനെ ഗണിക്കുന്നു. ദ ട്രൂ പാത്ത് എന്നാണ് നോമ്പിന് നൽകിയിട്ടുള്ള ഒരഭിധാനം. ഉന്നത മൂല്യങ്ങളിലേക്കുള്ള ഈ സനാതന മാർഗത്തിൽ ചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട്. റഷ്യൻ ആധ്യാത്മിക ലോകത്തെ ഒരു ക്ലാസിക് ഗ്രന്ഥം, എ സ്റ്റഡി ഇൻ ദ സയൻസ് ഓഫ് ദ സോൾ എന്നാണ് അതറിയപ്പെടുന്നത്. സെയിൻറ്റ് തിയോഫൻ ദ റെക്ലൂസ് അദ്ദേഹത്തിൻ്റെ ദ സ്പിരിച്വൽ ലൈഫ് ആൻഡ് ഹൗ ടു ബി അറ്റ്യൂൺഡ് ടു ഇറ്റ് എന്ന ഗ്രന്ഥമാണ് അത്. അതിലെ 44-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: Warnings to one on the true path, the exaltation of the life in the springtime, the reason why many who fast are not completely corrected. നമ്മുടെ തെറ്റുകളെ ചിലത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ. ഈ നോമ്പിൻ യാത്രയിലൊരു സിഗ്നൽ ലൈറ്റ് മാതിരിയാണ് ഈ ഭാഗം തോന്നിയത്. ശരിക്കും നമ്മുടെ വിചാരം എന്താണ്? നോമ്പിൻ്റെ പ്രാർത്ഥനകളൊക്കെ യഥാസമയം പൂർത്തീകരിക്കുക, ഉപവസിക്കുക, കുമ്പിട്ട് നമസ്കരിക്കുക, ദാനധർമ്മങ്ങളിൽ മുഴുകുക, അനുതപിക്കുക, ഇതെല്ലാം ചെയ്തിട്ട് ശേഷിക്കുന്നവരെ വിമർശിക്കുക, ശകാരിക്കുക, ഞാൻ ചെയ്യുന്നത് എന്താണ് നീ ചെയ്യാഞ്ഞത് എന്ന് അവരെ വിചാരണ ചെയ്യുക, കുറേയൊക്കെ കുറ്റങ്ങൾ മനസ്സിൽ പറയുക, ശേഷിക്കുന്നവരിൽ കുറേയൊക്കെ രഹസ്യത്തിലും പിന്നെ പരസ്യത്തിലും പറയുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ നോമ്പ് ദിവസങ്ങളും മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ സെയിൻറ്റ് തിയോഫൻ ദ റെക്ലൂസ് കൃത്യമായ താക്കീതുകൾ നൽകുന്നുണ്ട്. അദ്ദേഹം ഒന്നാമത് പറയുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ, ഡു നോട്ട് എവർ തിങ്ക് ദറ്റ് യു ഹാവ് ഓൾറെഡി സക്സീഡഡ് ഇൻ ഡൂയിങ് സംതിങ്. എന്തെങ്കിലും ചെയ്ത് വിജയിച്ചുവെന്ന് ഒരിക്കലും നിരൂപിക്കരുത് എന്നാണ് വാണി. ശരിയാണ്, എന്തെങ്കിലും നിസ്സാര കാര്യം ചെയ്താൽ പോലും അപ്പോൾ തന്നെ നാം വിളിച്ചു പറയും, ഐ ഹാവ് ഡൺ ഇറ്റ്. ഇത്തരം തോന്നലിനെ ദൂരെ പായിക്കണം. ഓരോ ദിവസവും നോമ്പിൻ്റെ വഴിയിലെ ആദ്യ ദിവസം പോലെ ആചരിക്കണം. പൗലോസ് പറയുന്നത് പോലെ നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. രണ്ടാമത്, ഡു നോട്ട് അലൗ യുവർ സെൽഫ് ടു റിലാക്സ് അണ്ടർ എനി കണ്ടീഷൻ. നമ്മുടെ നേരിയ അലസതകൾ പോലും എത്ര വലിയ അപകടമുണ്ടാക്കുമെന്ന് പറയുന്നത് കേൾക്കണം. Indulging yourself is just like a tiny hole in a dam. Once the hole has found, the dam cannot hold the water, inevitably destroy it. നോമ്പിൻ നാളുകളിലും പിന്നീടുള്ള ഈസ്റ്റർ സീസണിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിഷ്കർഷിക്കുന്നു. തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. കാരണം ഗ്രേറ്റർ ഈസ് ഹീ ദാറ്റ് ഈസ് ഇൻ യു ദൻ ഹീ ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ്. പ്രിയ ശിഷ്യൻ യോഹന്നാൻ്റേത് ഭരതവാക്യമായി ഒരിക്കൽ കൂടി ആവർത്തിക്കാം: നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നമസ്കാരം.